ഹായ്, വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഡിഷ് ഇത് വെച്ചാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ? ഇത് തുവരപ്പയർ. ഇതിൻ്റെ ഒരു ഉപ്പേരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനായി നമ്മൾ 1 കപ്പ് തുവരപ്പയറാണ് എടുത്തിരിക്കുന്നത്. തുവരപ്പയറിൻ്റെ അളവ് കുറവായതുകൊണ്ട് 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് പകരം വേറെ പച്ചക്കറി ആയാലും ചേർക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ പയർ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അതിനോടൊപ്പം സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1 തണ്ട് വേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഞങ്ങളിവിടെ 1/2 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ തുവരപ്പയർ ഉപ്പേരി വയ്ക്കാറുണ്ടോ? ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് ഞങ്ങൾ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുക്കർ അടച്ച് അടുപ്പിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. കുക്കറിനനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. കറി കാച്ചാനായി 4 ഉള്ളിയും 7 അല്ലി വെളുത്തുള്ളിയും 1 തണ്ട് വേപ്പിലയും 1/2 കപ്പ് തേങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. 1 വിസിൽ കഴിഞ്ഞപ്പോൾ പയറെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ അല്പം വെള്ളം കൂടുതലാണ്. ഇനി നമുക്കത് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുത്ത പയറാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മൂക്കുമ്പോൾ പയർ അതിൻ്റെ അകത്തേക്ക് അല്പാൽപമായി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. ഇനി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണേ. ഇളക്കുക അത് തന്നെയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ്. നേരിയ കയ്പുണ്ടെങ്കിലും അതറിയില്ല. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? ഇനി നമുക്കിത് എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് പൊളിച്ചെടുക്കുകയാണ്. സാധാരണ പയറെല്ലാം പൊളിച്ചെടുക്കുന്നത് പോലെ. ഈ പയറിൽ നിന്നാണ് കേട്ടോ തുവരപ്പരിപ്പ് കിട്ടുന്നത്. തുവരപ്പരിപ്പ് എന്ന് വെച്ചാൽ സാമ്പാർ പരിപ്പ്. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ. ഇതാണ് തുവരച്ചെടി. നിങ്ങളുടെ വീട്ടിലുണ്ടോ? അപ്പോൾ ബായ്.